ഞാൻ കാണിക്കുന്ന സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലൈന്റ് ആയിട്ട് വന്നൊരു വണ്ടിയാണ്. അപ്പൊ നോക്കുമ്പോൾ ബാറ്ററി ചാർജിങ് ഇല്ല എന്ന് തോന്നുന്നു, ബാറ്ററി ചാർജ് ആവുന്നില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടെ. സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നില്ല, ബാറ്ററി മങ്ങിക്കിടക്കുകയാണ്. അത് ബാറ്ററി ലോ വോൾട്ടേജ് ആണ് അതൊന്ന് കാണിച്ചു തരാം. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത്. പത്ത് പോയിന്റ് 10.6 അത് റേസ് ആകുന്നതനുസരിച്ച് വോൾട്ടേജ് കുറയാണ് ചെയ്യുന്നത്. അത് കറണ്ട് ഇന്ന് പോവാണ്, ഇതിലേക്ക് വേറൊന്നുമില്ല, ബാറ്ററിയിലേക്ക് ചാർജ് വേറൊന്നുമില്ല കേട്ടോ. അതാണ് പ്രശ്നം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, അത് എവിടെയാണ് എന്നുള്ളത്. നമ്മൾ സാധാരണ ഇപ്പോൾ 6 യൂണിറ്റ് ഫസ്റ്റ് ടൈം ആളുകൾ ചിന്തിക്കുന്നത് 6 യൂണിറ്റ് പോയത് 6 യൂണിറ്റ് മാറ്റാനാണ്. പക്ഷെ ക്ലാസിക്കില് ഇപ്പൊ UC സ്റ്റാൻഡേർഡിലും 6 യൂണിറ്റ് കംപ്ലൈന്റ് വരൽ വളരെ റയറാണ്. അതായത് 6 യൂണിറ്റ് അത്ര ക്വാളിറ്റി ഉണ്ട് സാധനം. അപ്പോൾ 6 യൂണിറ്റ് നമുക്ക് വരുന്ന റേറ്റ് വരണം 3 ഫേസ് 6 യൂണിറ്റ് ആണ് വരിക. 1150 രൂപ വരും ക്ലാസിക്കിന്റെ 6 യൂണിറ്റിന് കേട്ടോ. ഞാൻ അതെടുത്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്കിത് ഷൂട്ട് ഔട്ട് ചെയ്യാം എങ്ങനെയാണ് കംപ്ലൈന്റ് എന്നുള്ളത്. ഇത് ഇവിടെ സ്ഥിരം വരുന്ന വണ്ടിയല്ല, പലയിടങ്ങളിലും കാണിക്കുന്ന വണ്ടിയാണ്. BS3 ആണ് വണ്ടി കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇത് കണ്ടോ, TC യൂണിറ്റ് ചെയ്തേക്കുന്നത്. TC യൂണിറ്റ് കറക്റ്റ് ഇങ്ങനെയായി. ഇതിലൂടെ വെള്ളം, ഇത് കുറച്ച് ലൂസുമാണ്, ഇതിലൂടെ വെള്ളം കറക്റ്റ് കപ്പറിലേക്ക് വരും മഴക്കാലമായി കഴിഞ്ഞാൽ. അപ്പൊ ഇതിങ്ങനെയാണ് പ്ലേസ് ചെയ്ത്. ഇവർക്ക് മാത്രല്ല ഇത് അയച്ചും വിട്ടു. TCന്റെ റോഡ് സ്വിച്ച് അയച്ചു വിട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഇതൊന്നും എന്തിനാന്ന് തന്നെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഒരു പഴയ രീതിയിൽ പറക്കെടുത്ത് വരുന്ന ആളുകൾക്കുള്ള വിഷയമാണത്. ഇത് താഴോട്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യണം. കാരണം ഇതിൽ ഒരു കാരണവശാലും വെള്ളം ഇതിനുള്ളിൽ എത്തിയാൽ തന്നെ അതിന്റെ കപ്പറിലേക്ക് വെള്ളം പോകാൻ പാടില്ല. ആ രീതിയിൽ വേണം അത് ഫിറ്റ് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? മഴക്കാലമാണ് സമയത്ത് എങ്ങനെയാലും ഇത് താഴോട്ട്, കപ്പർ താഴോട്ട് വരുന്ന രീതിയിൽ കൊടുക്കുക. കാരണം ഒരു കാരണവശാലും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കപ്പർ മുകളിലേക്കാകുമ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. മഴക്കാലമാണ് സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലഗ് ഇൻ ചെയ്യാണെങ്കിൽ തന്നെ ഈ ഒരു കപ്പർ ഇതിന്റെ മുകളിലേക്ക് തന്നെ സൈഡിലേക്ക് ആക്കിയിട്ട് വേണം വെക്കാൻ, വെള്ളം കയറാതെ വെക്കാൻ. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ താഴോട്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് രണ്ട് കണക്ഷനാണ് വരുന്നത്, കോയിലിൽ നിന്ന് വരുന്ന കണക്ഷൻ. അപ്പോൾ ഈ കോയിലിൽ നിന്ന് വരുന്ന കണക്ഷൻ നമുക്ക് ശരിക്കും ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പൊട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിലൊക്കെ പിന്നൊക്കെ ക്ലാവ് പിടിച്ചിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ശരിക്കും ചെക്ക് ചെയ്യുക. പിന്നെ ലൂസോ ഓരോന്നും ചെറുങ്ങനെ വലിച്ചു നോക്കിയാൽ ചിലപ്പോൾ പൊട്ടി ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, പുറത്തേക്ക് വരുന്നുണ്ടാവില്ല. അത് ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പുറം മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നേക്കാളും കൂടുതലായിട്ട് ഏറ്റവും നല്ല അതിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാണ് കേട്ടോ. റെസിസ്റ്റൻസ് ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടിന്യൂറ്റി ആകുമ്പോൾ ഒറ്റൊന്ന് ഒരു കോപ്പറിന്റെ വയർ ഉണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കാണിക്കും. അപ്പം അതിന്റെ വാല്യൂ അറിയുന്നവർ അങ്ങനെ ചെക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക. അപ്പം അതാണ്. പിന്നെ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുന്നത് പിന്നെ വരുന്ന നമുക്ക് 6 യൂണിറ്റ് ഔട്ടാണ് നോക്കേണ്ടത്. 6 യൂണിറ്റ് ഔട്ട് ബാറ്ററി ആയിട്ട് ഇത് 6 യൂണിറ്റോടെ മാറ്റി വെക്കുക. ഇത് 6 യൂണിറ്റ് കണക്ഷനാണ്. ഇത് ബാറ്ററി ആയിട്ട് നോക്കുക. ഒന്ന് എർത്തും ഒന്ന് ഫേസും ആണ് ഉണ്ടാവുക. ഈ രണ്ട് കണക്ഷൻ, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഈ റെഡ് ലൈൻ കാണുന്ന പോസിറ്റീവ്, മറ്റേ നെഗറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ടിന്യൂറ്റി ആദ്യം ചെക്ക് ചെയ്യാം നമുക്ക്. നോക്കുകയാണേ. മൾട്ടിമീറ്ററിന്റെ പിന്ന് പൊട്ടിപ്പോയി.
ഒന്ന് ബോഡി എർത്താ ഉണ്ടാവുക. ഓക്കെ, ഇത് എർത്ത് റെഡിയാണ്. രണ്ടാമത്തെ വരല് ബാറ്ററി പോസിറ്റീവിലേക്കാണ് പോവുക ഈ ലൈന്. ആ ബാറ്ററി പോസിറ്റീവിലേക്ക് ലൈൻ പോകുന്നില്ല എങ്കിൽ ബാറ്ററി പോസിറ്റീവ് ലൈൻ കട്ടാണ്. ഇതാണ് ഇതിന്റെ വിഷയം. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ചിപ്പ് ചെയ്ത് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ഒരു പിന്ന് കയറ്റിയിട്ട് അല്ല സേഫ്റ്റി പിന്നോ വല്ല കയറ്റിയിട്ട് ഈ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുക അവിടെ വരുന്നുണ്ടോന്ന്. അവിടെ ഇല്ല. അപ്പോൾ ഉള്ളിൽ ഏതെങ്കിലും ഭാഗത്ത് വയറിങ്ങിന് കട്ടാണ്. അപ്പോൾ ഇത് ഷൂട്ട് ഔട്ട് ചെയ്തിട്ട് ആ വയറിങ്ങിന്റെ കട്ട് നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് അത്ര പിന്നെ ചെയ്യാനൊന്നും ടൈമില്ല എങ്കിൽ നമുക്ക് തൽക്കാലം ഞാൻ ഒരു കാര്യം ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതിന് ഡയറക്റ്റ് ഒരു കണക്ഷൻ എടുത്തിട്ട് ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കട്ടെ. അതൊന്ന് കൊടുത്ത് നോക്കാം. നമുക്ക് കൊടുത്തു നോക്കിയാൽ അറിയാലോ ഇത് ഓക്കെ ആണോ. ഞാൻ ജസ്റ്റ് ഒരു കോപ്പർ വയർ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് കണക്ഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി. സ്റ്റാർട്ട് ചെയ്താ ഒരു മിനിറ്റ് നമുക്ക് ആദ്യം തന്നെ അതിൽ ബാറ്ററിയിൽ എത്ര ചാർജ് ഉള്ള നോക്കാം. അതിനനുസരിച്ച് ഇതിൽ കയറുള്ളൂ. 10.6 ആണുള്ളത് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത് കറക്റ്റ് പോയി ചാർജ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. നമ്മളിതിന്റെ RR യൂണിറ്റ് മാറ്റാതെ ഈ ഒരു സംഗതി ഇത് വേണമെങ്കിൽ നമുക്ക് ബൈപ്പാസ് ചെയ്ത് ഒരു വയർ എക്സ്ട്രാ ബൈപ്പാസ് ചെയ്ത് ഇതിന്റെ ബാറ്റിന്റെ പോസിറ്റീവ് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ ഷോർട്ട് എവിടെയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അത് കറക്റ്റ് ചെയ്യുക. ബാറ്ററി ചാർജിങ്ങിന്റെ അവസ്ഥയിൽ ബാറ്ററി ചാർജിങ് അല്ലാതെ ചില ആൾക്കാർ RR യൂണിറ്റ് മാറ്റിയ ശേഷം ഇതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ RR യൂണിറ്റ് അയച്ച് മാറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ചിലപ്പോൾ സീറ്റൊക്കെ അയക്കേണ്ടി വരും. ആ പണിയൊക്കെ എടുത്തതിന് ശേഷം ചെക്ക് ചെയ്യില്ല. അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് പറഞ്ഞു. ബാറ്ററി ഈ 2 ലൈൻ ബാറ്ററിയിലേക്ക് കണക്ഷൻ ഉണ്ടോ നോക്കണം. അതിനുശേഷം മാത്രം ആ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ RR യൂണിറ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി. ആ 2 ലൈനും ഇവിടെ നിന്ന് വരുന്ന ഈ ലൈനും എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ, ലൂസ് കോണ്ടാക്ട് ഉണ്ടോ, ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കുക. ഇതെവിടെ ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ട് ഏതെങ്കിലും വയർ പുറത്തേക്ക് തള്ളിക്കിട്ടോ നോക്കുക. അത് രണ്ടും അല്ല എങ്കിൽ മാത്രം RR യൂണിറ്റിലേക്ക് മാറ്റുക. ഇത് അയച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തൽക്കാലമായിട്ട് ഇപ്പോൾ ഇത് ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ബൈപ്പാസ് ചെയ്ത് ബാറ്ററിയിൽ കൊടുത്താൽ ബാറ്ററി ചാർജ് ആവും. ഇതിപ്പോൾ ഞാൻ റെഡിയായ പിന്നെ ഷോർട്ട് കണ്ടിട്ട് ശരിയായ രീതി പ്രോപ്പർ രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വീഡിയോ ലെങ്തി ആവുന്നുള്ളതുകൊണ്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഇതാണ് ബാറ്ററി ചാർജിങ്ങിൻ്റെ വിഷയം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്ടിങ് കാര്യങ്ങളാണ്. RR യൂണിറ്റ് കംപ്ലയിൻറ്റ് വളരെ അപൂർവമായിട്ട് വരുന്നുള്ളൂ. നമ്മളൊരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് നമ്മുടെ റിസോർട്ടിൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഷൂട്ട് ഔട്ട് ചെയ്ത് ഇങ്ങനെ വിടുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.